ദൈവം പറയുന്നു, ഞാൻ പ്രവർത്തിക്കും, ആർ തടുക്കും. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തുടങ്ങിയാൽ ദൈവത്തെ തടുക്കുവാൻ ആർക്ക് കഴിയും? ദൈവം നിങ്ങൾക്ക് വേണ്ടി അനുകൂലമായി പ്രവർത്തിക്കുവാൻ തുടങ്ങിയാൽ ദൈവത്തിന് പ്രതികൂലമായി നിൽക്കുവാൻ ആർക്ക് കഴിയും? പ്രിയപ്പെട്ടവരെ, ദൈവം പ്രവർത്തിക്കാൻ പോവുകയാണ്. തൻ്റെ മക്കൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കാൻ പോവുകയാണ്. തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി, തന്നോട് നിലവിളിക്കുന്നവർക്ക് വേണ്ടി, തന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കാൻ പോവുകയാണ്. അവൻ തൻ്റെ ആജ്ഞ ഭൂമിയിലേക്ക് അയക്കുന്നു. അത് അതിവേഗം ഓടുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ദൈവം തൻ്റെ വചനം അയക്കാൻ തുടങ്ങിയാൽ ആർക്ക് തടുക്കാൻ കഴിയും? പാഴും ശൂന്യമായി തീർന്ന ഭൂമിയെ പുതുക്കി പണിയുവാൻ ദൈവം മനസ്സ് വെച്ചു. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന കൽപ്പന വരികയാണ്. പ്രിയപ്പെട്ടവരെ, ആ ദൈവപ്രവൃത്തിയെ തടുക്കാൻ ആർക്കും കഴിഞ്ഞില്ല, ഒരു ശക്തിക്കും കഴിഞ്ഞില്ല. പാഴും ശൂന്യമായി തീർന്ന ഭൂമിയിൽ വെളിച്ചമുണ്ടായി. നിന്നെ പാഴാക്കി കളയാനും ശൂന്യമാക്കി കളയാനും ഇന്നലകളിൽ ചില ശക്തികൾ എഴുന്നേറ്റിട്ടുണ്ടാകാം. എന്നാൽ ഇന്ന് പകൽ ദൈവത്തോട് നിലവിളിക്കുന്ന, ദൈവത്തെ കാത്തിരിക്കുന്ന നിനക്ക് വേണ്ടി ദൈവം തൻ്റെ വചനം അയക്കാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ ശബ്ദം പുറപ്പെടാൻ പോവുകയാണ്. അതിവേഗം ഓടുന്ന വചനം നിങ്ങൾക്ക് വേണ്ടി ചലിക്കാൻ പോവുകയാണ്. ആർക്ക് വേണ്ടിയാണ് ദൈവം അത് ചെയ്യുന്നത്? ദൈവം പ്രവർത്തിക്കും, നിശ്ചയമായി പ്രവർത്തിക്കും. പുരുഷന്റെ ഉരുക്കളിൽ ദൈവം പ്രസാദിക്കുന്നില്ല. ജയത്തിന് കുതിര വ്യർത്ഥമാണ്. സൈന്യബഹുത്വത്താൽ രാജാവ് ജയം പ്രാപിക്കുന്നില്ല. എന്നാൽ തന്നെ ഭയപ്പെടുകയും തൻ്റെ ദയയിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവന് വേണ്ടി ദൈവം പ്രവർത്തിക്കാൻ പോവുകയാണ്. അവൻ നിന്റെ വാതിലിൻ്റെ ഓടാമ്പലുകളെ ഉറപ്പിച്ച് നിന്റെ മക്കളെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. മേത്തരമായ ഗോതമ്പ് കൊണ്ട് നിനക്ക് തൃപ്തി വരുത്തും. നിന്റെ ദേശത്ത് സമാധാനം ദൈവം വരുത്താൻ പോവുകയാണ്. ദൈവം മുന്നിട്ടിറങ്ങിയാൽ ആർക്കും തടുക്കാൻ കഴിയില്ല. ദാവീദ് തൻ്റെ കഷ്ടത്തിൽ യഹോവയോട് നിലവിളിച്ചു. നിലവിളി സ്വർഗത്തിലെത്തിയപ്പോൾ ദൈവം ഇറങ്ങി വരികയാണ്. ഭൂമി കുലുങ്ങി എന്ന് എഴുതിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവമാണ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ എഴുന്നേൽക്കുന്നെങ്കിൽ, ഇന്നലകളിൽ നിങ്ങളെ ശൂന്യമാക്കിയ, നിങ്ങളുടെ നന്മയെ തടഞ്ഞ, നിങ്ങളുടെ മുന്നേറ്റത്തെ തടഞ്ഞ ശത്രുക്കൾ ചിതറിപ്പോകും. വിശ്വസിക്കുക, ദൈവം പ്രവർത്തിക്കും. കാത്തിരിക്കുന്നവർക്ക് വേണ്ടി, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി, നിലവിളിക്കുന്നവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. നിശ്ചയമായ ഒരു പ്രവൃത്തി നിന്റെ ജീവിതത്തിലുണ്ട്. അന്ന് നിനക്കെതിരെ ഒരു ശക്തിയും തലപൊക്കുകയില്ല. നീ യഹോവയെ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവരുമാകുന്നുവെന്ന് ദാവീദ് പാടുമ്പോൾ അവൻ്റെ ചുറ്റും വൈരികൾ പെരുകിയിരിക്കുകയാണ്. എന്നാൽ ദൈവം തല ഉയർത്താൻ തുടങ്ങിയാൽ, ദൈവം പരിചയമായി വെളിപ്പെടാൻ തുടങ്ങിയാൽ, ദൈവം മഹത്വം വെളിപ്പെടാൻ തുടങ്ങിയാൽ, ഇന്ന് കണ്ട മിസ്രയീമിനെ കാണുകയില്ല, ഒരു ശക്തിയും കാണുകയില്ല. കുറഞ്ഞൊന്നും കഴിഞ്ഞിട്ട് ദുഷ്ടനില്ല. അവൻ്റെ ഇടം സൂക്ഷിച്ചു നോക്കും, നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. നീതിമാൻ പന പോലെ തഴയ്ക്കും. ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ആർക്കും തടുക്കുവാൻ കഴിയുകയില്ല. വിശ്വാസത്തോടെ വചനത്തെ സ്വീകരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.